ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. CGL 2025 ടയർ 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള GK ഡൈജസ്റ്റ് സീരീസിന്റെ 5ാമത്തെ സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രീവിയസ് 4 സെഷനിലെ പോലെ തന്നെ ഈ ഒരു സെഷനിലും കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ. First question: which article of the Indian Constitution empowers the President to consult the Supreme Court? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളാണ് പ്രസിഡന്റിന് സുപ്രീം കോടതിനെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള പവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 123, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 143, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 72 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 131. ഇതിൽ ഏത് ആർട്ടിക്കിൾ ആണ് സുപ്രീം കോടതിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് പ്രസിഡന്റിന് പവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143 ആണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതിനെ കൺസൾട്ട് ചെയ്യാൻ പ്രസിഡന്റിന് പവർ കൊടുക്കുന്നത്. ഇനി എന്താണ് ആർട്ടിക്കിൾ 143 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ ദി അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിനെ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ അണ്ടറിൽ വരുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ഈ ഒരു ആർട്ടിക്കിൾ 143. അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. സുപ്രീം കോടതിന്റെ അഡ്വൈസറി ജുറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 143 എന്ത് ചെയ്തിരിക്കുന്നത്? മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 143 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന് നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിനോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഏതെങ്കിലും പ്രൊവിഷൻസിനകത്തോ ഒരു എക്സ്പേർട്ട് ലീഗൽ ഒപ്പീനിയൻ വേണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിനെ എന്ത് ചെയ്യാം? കൺസൾട്ട് ചെയ്യാം. സോ ആർട്ടിക്കിൾ 143യുടെ ഫസ്റ്റ് പ്രൊവിഷൻ പറയുന്നതനുസരിച്ച് പ്രസിഡന്റിന് ഇന്ത്യയിൽ നിലവിലുള്ള ഏതെങ്കിലും ലോസിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പ്രൊവിഷൻസിനകത്തോ ഒരു എക്സ്പേർട്ട് ലീഗൽ ഒപ്പീനിയൻ ആവശ്യം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ സാധിക്കും? സുപ്രീം കോടതിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ സുപ്രീം കോർട്ട് അഡ്വൈസ് കൊടുക്കാം, അഡ്വൈസ് കൊടുക്കാതിരിക്കാം. അത് സുപ്രീം കോടതിയുടെ ഡിസിഷൻ ആണ്. ഇനി സുപ്രീം കോർട്ട് അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. പ്രസിഡന്റ് വേണമെങ്കിൽ ആ അഡ്വൈസ് എന്ത് ചെയ്താൽ മതി? സ്വീകരിച്ചാൽ മതി. ഇതായിരുന്നു ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 143 രണ്ടാമതൊരു പ്രൊവിഷൻ ഉണ്ട്. എന്താണ് ആ പ്രൊവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് സുപ്രീം കോടതിനോട് അഡ്വൈസ് ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ട്രീറ്റീസിലോ എഗ്രിമെന്റ്സിലോ ആണെങ്കിൽ, അതായത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റീസിൽ അല്ലെങ്കിൽ എഗ്രിമെന്റ്സിലാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ സുപ്രീം കോർട്ട് എന്ത് ചെയ്യണം? പ്രസിഡന്റിന് മസ്റ്റ് ആയിട്ട് അഡ്വൈസ് കൊടുക്കണം. ബട്ട് ഈ അഡ്വൈസ് എന്തല്ല? പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. ദിസ് ഇസ് ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143ക്ക് രണ്ട് പ്രൊവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് പ്രൊവിഷൻ പറയുന്നതനുസരിച്ച് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഏതെങ്കിലും പ്രൊവിഷൻസിലോ നിലവിലുള്ള ഏതെങ്കിലും ലോസിലോ ഒരു എക്സ്പേർട്ട് ലീഗൽ ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിനോട് അഡ്വൈസ് ചോദിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ സുപ്രീം കോടതിന് അഡ്വൈസ് കൊടുക്കാം, അഡ്വൈസ് കൊടുക്കാതിരിക്കാം. സുപ്രീം കോടതി അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. പ്രസിഡന്റ് വേണമെങ്കിൽ ആ അഡ്വൈസ് സ്വീകരിച്ചാൽ മതി. ആർട്ടിക്കിൾ 143 സെക്കൻഡ് പ്രൊവിഷൻ പറയുന്നതനുസരിച്ച് പ്രസിഡന്റ് സുപ്രീം കോടതിനോട് അഡ്വൈസ് ചോദിക്കുന്നത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസിൽ അല്ലെങ്കിൽ എഗ്രിമെന്റ്സിലാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് അഡ്വൈസ് കൊടുക്കണം. ബട്ട് ഈ അഡ്വൈസ് എന്തല്ല? പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. പ്രസിഡന്റ് വേണമെങ്കിൽ ഈ അഡ്വൈസ് സ്വീകരിച്ചാൽ മതി. ഇതാണ് ആർട്ടിക്കിൾ 143 that empowers the president to consult the Supreme Court. Next question: which Delhi Sultan introduced the market control policy and the system of Dag and Chehra? ഇതിൽ ഏത് ഡൽഹി സുൽത്താനാണ് മാർക്കറ്റ് കൺട്രോൾ പോളിസിയും അതുപോലെ തന്നെ ദാഗ് ആൻഡ് ചെഹ്റ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാൽബൻ, ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽസി, ഓപ്ഷൻ സി മുഹമ്മദ് ബിൻ തുഗ്ലക് ആൻഡ് ഓപ്ഷൻ ഡി ഫിറോസ് ഷാ തുഗ്ലക്. ഇവരിൽ ഏത് ഡൽഹി സുൽത്താനാണ് മാർക്കറ്റ് കൺട്രോൾ പോളിസിയും അതുപോലെ തന്നെ ദാഗ് ആൻഡ് ചെഹ്റ സിസ്റ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So the correct answer is option B, അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ആണ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് കൺട്രോൾ പോളിസി അതുപോലെ തന്നെ ദാഗ് ആൻഡ് ചെഹ്റ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അലാവുദ്ദീൻ ഖിൽജിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജി ആണ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് റിഫോംസ്, ഡൽഹി സുൽത്താനേറ്റിൽ മാർക്കറ്റ് റിഫോംസ് അല്ലെങ്കിൽ മാർക്കറ്റ് കൺട്രോൾ പോളിസി എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? 3 സെപ്പറേറ്റ് മാർക്കറ്റ്സ് അലാവുദ്ദീൻ ഖിൽജി ഡൽഹി സുൽത്താനേറ്റിൽ 3 സെപ്പറേറ്റ് മാർക്കറ്റ്സ് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
സോ അതുവരെ ഒന്നിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന മാർക്കറ്റ്സിന് എന്ത് ചെയ്യുന്നു, 3 സെപ്പറേറ്റ് മാർക്കറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. സോ അലാവുദ്ദീൻ ഖിൽജിയാണ് ഡൽഹി സുൽത്താനേറ്റിൽ എന്ത് ചെയ്യുന്നത്, 3 സെപ്പറേറ്റ് മാർക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 3 സെപ്പറേറ്റ് മാർക്കറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ആണെന്ത്, ഗ്രെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അലാവുദ്ദീൻ ഖിൽജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേതാണെന്ത്, മാർക്കറ്റ് ഫോർ ക്ലോത്ത്സ്, ദാറ്റ് ഈസ് ക്ലോത്ത് മാർക്കറ്റ്. ക്ലോത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ക്ലോത്ത് മാർക്കറ്റ് ആണ് അലാവുദ്ദീൻ ഖിൽജി രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് മാർക്കറ്റ് ഈസ് മാർക്കറ്റ് ഫോർ ഹോഴ്സസ്, കാറ്റിൽസ് ആൻഡ് സ്ലേവ്സ്. ഹോഴ്സസിനും കാറ്റിൽസിനും സ്ലേവ്സിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സെപ്പറേറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ മാർക്കറ്റ് ഫോർ ഹോഴ്സസ്, സ്ലേവ്സ് ആൻഡ് കാറ്റിൽസ്. ഹോഴ്സസ്, കാറ്റിൽസ് ആൻഡ് സ്ലേവ്സ്. ഹോഴ്സസിനും കാറ്റിൽസിനും അതുപോലെ തന്നെ സ്ലേവ്സിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 3 സെപ്പറേറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇതാണ് അലാവുദ്ദീൻ ഖിൽജി ഡൽഹി സുൽത്താനേറ്റിൽ ക്രിയേറ്റ് ചെയ്ത 3 സെപ്പറേറ്റ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഗ്രെയിനിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, ക്ലോത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഹോഴ്സസ്, കാറ്റിൽസ് ആൻഡ് സ്ലേവ്സ് ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സെപ്പറേറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് അലാവുദ്ദീൻ ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ എല്ലാ റിഫോംസും, എല്ലാ മാർക്കറ്റ് റിഫോംസും സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസറിനെ കൂടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഷാന ഐ മണ്ടി. സോ ഷാന ഐ മണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസറിനെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാർക്കറ്റ് റിഫോംസ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂപ്പറിൻറ്റൻഡന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു സൂപ്പറിൻറ്റൻഡന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൂപ്പറിൻറ്റൻഡന്റിന്റെ പേരാണ് ഷാന ഐ മണ്ടി. ഷാന ഐ മണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർവൈസറെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അലാവുദ്ദീൻ ഖിൽജി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ടു മേക്ക് ഷുവർ ദീസ് മാർക്കറ്റ് റെഗുലേഷൻസ് ആർ സ്ട്രിക്ട്ലി ഫോളോഡ്. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയാണ് എന്ത് ചെയ്യുന്നത്, ദാഗ് എന്നുള്ളൊരു സിസ്റ്റവും ചെഹ്റ എന്നുള്ള സിസ്റ്റവും എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ദാഗ്, എന്താണ് ഈ ചെഹ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ചെഹ്റ എന്ന് പറയുന്നത് സോൾജിയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്താണ് ഈ ചെഹ്റ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി സുൽത്താനേറ്റിലെ ആർമിയിലുള്ള എല്ലാ സോൾജിയേഴ്സിനെയും, സോ ഡൽഹി സുൽത്താനേറ്റിന്റെ ആർമിയിലുള്ള എല്ലാ സോൾജിയേഴ്സിന്റെയും ഒരു ഫുൾ പ്രൊഫൈൽ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അതായത് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, അവരുടെ ഐഡന്റിറ്റി മാർക്സ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കാതിരിക്കുന്നതിന് വേണ്ടി, ഒരാൾക്ക് പകരം മറ്റൊരാൾ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രോഡ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം അലാവുദ്ദീൻ ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ എന്താണ് ഈ ചെഹ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലാവുദ്ദീൻ ഖിൽജിയുടെ ആർമിയിലുള്ള എല്ലാ സോൾജിയേഴ്സിന്റെ എന്ത് ചെയ്യും, ഒരു ഡീറ്റെയിൽഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും, ഇൻക്ലൂഡിംഗ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ മാർക്സ്. അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സും ഐഡന്റിഫിക്കേഷൻ മാർക്സും അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് പ്രൊഫൈൽ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഫ്രോഡ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇംപേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഇംപേഴ്സണേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ചെഹ്റ എന്ന് പറഞ്ഞ സിസ്റ്റം അലാവുദ്ദീൻ ഖിൽജി ഡെവലപ്പ് ചെയ്തത്. ഇനി രണ്ടാമത്തെ സിസ്റ്റം ആണ് എന്ത്, ദാഗ് എന്നുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഈ ദാഗ് എന്നുള്ള സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി സുൽത്താനേറ്റിന്റെ ആർമിയിലുള്ള ഹോഴ്സസിനെ എന്ത് ചെയ്യും, ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, ലേബൽ ചെയ്യും. സോ ഒരു സ്പെസിഫിക് മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലേബൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ദാഗ് എന്നുള്ള സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി സുൽത്താനേറ്റിന്റെ ആർമിയിലുള്ള ഹോഴ്സസിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് മാർക്ക് വെച്ചിട്ട് ഈ ഹോഴ്സസിനെ എല്ലാം ലേബൽ ചെയ്യും. ഇതുവഴി അലാവുദ്ദീൻ ഖിൽജി എന്താണ് ലക്ഷ്യം വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്യുവർ ക്വാളിറ്റി ഹോഴ്സസിനെ മാത്രം, അതായത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള പ്യുവർ ബ്രീഡ് ഓഫ് ഹോഴ്സസിനെ മാത്രം ആർമിയിൽ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ആർമിയിലുള്ള ഹോഴ്സസിനെ എന്ത് ചെയ്യുക, മറ്റ് ഹോഴ്സസുമായിട്ട് മിക്സപ്പ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റ് ഹോഴ്സസിനെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേഷൻ നടക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു എന്ത്, ഈ ഒരു സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദാഗ് എന്ന് പറയുന്ന ഹോഴ്സസിനെ, ഡൽഹി സുൽത്താനേറ്റിലെ ആർമിയിലുള്ള ഹോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്യാനതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മാർക്ക് വെച്ചിട്ട് ലേബൽ ചെയ്യുന്നു. ആൻഡ് ചെഹ്റ എന്നുള്ള സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി സുൽത്താനേറ്റിലെ അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ആർമിയിലുള്ള സോൾജിയേഴ്സിന്റെ എന്ത് ചെയ്യുന്നു, ഒരു ഡീറ്റെയിൽഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻക്ലൂഡിംഗ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ മാർക്സ്. ഇതാണ് ദാഗ് ആൻഡ് ചെഹ്റ എന്നുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവേഴ്സ് ഫ്ലോസ് ഇൻ ടു ദി അറേബ്യൻ സീ? ഇതിൽ ഏത് റിവർ ആണ് അറേബ്യൻ സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി നർമ്മദ ആൻഡ് ഓപ്ഷൻ ഡി കൃഷ്ണ. ഇതിൽ ഏത് റിവേഴ്സ് ആണ് അല്ലെങ്കിൽ ഇതിൽ ഏത് റിവർ ആണ് അറേബ്യൻ സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി നർമ്മദ. സോ നർമ്മദയാണ് എന്ത് ചെയ്യുന്നത്,
അറേബ്യൻ സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന റിവേഴ്സ് എന്ന് പറയുന്നത്. ഈ 4 റിവേഴ്സിൽ നർമ്മദ റിവർ ആണ് എന്ത് ചെയ്യുന്നത്, അറേബ്യൻ സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത്. ബാക്കി 3 റിവേഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ബാക്കി 3 റിവേഴ്സും ബേ ഓഫ് ബംഗാളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഡ്രെയിൻ ചെയ്യുന്നത്. കൃഷ്ണ, മഹാനദി ആൻഡ് ഗോദാവരി, ഈ 3 റിവേഴ്സും ബേ ഓഫ് ബംഗാളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഡ്രെയിൻ ചെയ്യുന്നത്. അതേസമയം നർമ്മദ എന്ന് പറയുന്നത് അറേബ്യൻ സീയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഡ്രെയിൻ ചെയ്യുന്നത്. സോ നർമ്മദ റിവർ അറേബ്യൻ സീയിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം കൃഷ്ണ, ഗോദാവരി ആൻഡ് മഹാനദി, ഈ 3 റിവേഴ്സും ബേ ഓഫ് ബംഗാളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഡ്രെയിൻ ചെയ്യുന്നത്. ഇനി നർമ്മദയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോ നർമ്മദ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ. സോ വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന ലാർജസ്റ്റ് റിവർ ആണെന്ത്, നർമ്മദ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ. സോ വെസ്റ്റേൺ സൈഡിലേക്ക്, ഇന്ത്യയുടെ വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് റിവർ ആണ് നർമ്മദ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ. ഇനി നർമ്മദ ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഇൻ ദി അമർകണ്ടക് ഹിൽസ്. അമർകണ്ടക് ഹിൽസ് ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ അമർകണ്ടക് ഹിൽസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നർമ്മദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദി അമർകണ്ടക് ഹിൽസ് ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ അമർകണ്ടക് ഹിൽസിലാണ് ഈ ഒരു നർമ്മദ റിവർ എന്ത് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നർമ്മദ റിവറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ലൈഫ് ലൈൻ ഓഫ് ഗുജറാത്ത് ആൻഡ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെയും അതുപോലെ തന്നെ ഗുജറാത്തിന്റെയും ലൈഫ് ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന റിവറും ഈ ഒരു നർമ്മദ റിവർ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ലൈഫ് ലൈൻ ഓഫ് ഗുജറാത്ത് ആൻഡ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും ലൈഫ് ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന റിവർ ഏതാണെന്ന് ചോദിച്ചാലും ഇറ്റ് ഈസ് ദി റിവർ നർമ്മദ. വെസ്റ്റേൺ സൈഡിലേക്ക് അല്ലെങ്കിൽ അറേബ്യൻ സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന റിവേഴ്സിൽ ഏറ്റവും ലാർജസ്റ്റ് റിവർ എന്ന് പറയുന്നത് നർമ്മദയാണ്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദി അമർകണ്ടക് ഹിൽസ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത്. ഇനി ബാക്കി റിവേഴ്സിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലെറ്റ്സ് കൺസിഡർ ഗോദാവരി. സോ ഗോദാവരി എടുത്തു കഴിഞ്ഞാൽ ഗോദാവരിക്ക് മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഈസ് ദക്ഷിൺ ഗംഗ. ഗോദാവരിയെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ദക്ഷിൺ ഗംഗ. ദക്ഷിൺ ഗംഗ എന്ന് വിളിക്കുന്ന റിവർ ആണ് ഗോദാവരി എന്ന് പറയുന്നത്. ഗംഗ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോദാവരി. സോ ഗോദാവരിയാണ് ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് ആഫ്റ്റർ ഗംഗ. ഇറ്റ് ഈസ് ദി സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ. ഇറ്റ് ഈസ് എ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഓഫ് ഇന്ത്യ. ഗംഗയ്ക്ക് ശേഷം ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോദാവരി. സോ ഗോദാവരിയാണ് ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദക്ഷിൺ ഗംഗ. ആൻഡ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ത്രിംബകേശ്വർ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ത്രിംബകേശ്വറിലാണ് എന്ത് ചെയ്യുന്നത്, സോ മഹാരാഷ്ട്രയിലെ ത്രിംബകേശ്വറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗോദാവരി ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ത്രിംബകേശ്വർ ഓഫ് മഹാരാഷ്ട്ര. സോ മഹാരാഷ്ട്രയിലെ ത്രിംബകേശ്വറിലാണ് എന്ത് ചെയ്യുന്നത്, ഗോദാവരി ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഗോദാവരിയുടെ മറ്റൊരു പേരാണ് ദക്ഷിൺ ഗംഗ എന്ന് പറയുന്നത്. ആൻഡ് ഗോദാവരിയാണ് ഗംഗയ്ക്ക് ശേഷം ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ത്രിംബകേശ്വർ ഓഫ് മഹാരാഷ്ട്ര. നെക്സ്റ്റ് അടുത്ത റിവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് മഹാനദി. സോ മഹാനദി എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡിലാണ് എന്ത് ചെയ്യുന്നത്, മഹാനദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഛത്തീസ്ഗഡിലാണ് മഹാനദി എന്ത് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അത് ബേ ഓഫ് ബംഗാളിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ഇനി കൃഷ്ണയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണയും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. സോ മഹാരാഷ്ട്രയിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷ്ണയും ഒറിജിനേറ്റ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷ്ണ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ മഹാബലേശ്വർ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷ്ണ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ മഹാബലേശ്വർ ഓഫ് മഹാരാഷ്ട്ര. സോ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷ്ണ എന്നുള്ള റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ദെൻ ഡ്രെയിൻസ് ഇൻ ടു ദി ബേ ഓഫ് ബംഗാൾ. സോ ഇതില് നർമ്മദയാണ് അറേബ്യൻ സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന റിവർ എന്ന് പറയുന്നത്. ബാക്കി 3 മഹാനദി, ഗോദാവരി, കൃഷ്ണ, ഇത് 3 ബേ ഓഫ് ബംഗാളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഡ്രെയിൻ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് NTPC എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നെക്സ്റ്റ് ഇയറിലേക്കുള്ള NTPC എക്സാംസിന്റെ. ആൻഡ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള NTPC എക്സാംസിന് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഫ്രം ദ ഫൗണ്ടേഷൻ ലെവൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ NTPCയുടെ ലൈവ് ഓൺലൈൻ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 5500 rupees ആണ്. ബട്ട് നമ്മളിപ്പോൾ ഒരു ഓഫറിൽ 5000 rupeesലാണ് എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് താല്പര്യമുണ്ട്, ഫ്രം ദ ഫൗണ്ടേഷൻ ലെവൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ കോഴ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഫെർദർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ആൻഡ് 7012615062. ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Who among the following presided over the Surat session of Indian National Congress in 1907 where the split between moderates and extremists took place? മോഡറേറ്റ്സിന്റെയും എക്സ്ട്രീമിസ്റ്റിന്റെയും ഇടയിലുള്ള സ്പ്ലിറ്റ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ആകുന്ന മോഡറേറ്റ്സ് എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആകുന്ന സൂരത് സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആരായിരുന്നു പ്രസിഡന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി റാഷ് ബിഹാരി ഘോഷ്, ഓപ്ഷൻ സി ബാൽ ഗംഗാധർ തിലക് ആൻഡ് ഓപ്ഷൻ ഡി ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഇവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ കോൺഗ്രസ് സെഷന്റെ പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So the correct answer is option B, Rash Bihari Ghosh. റാഷ് ബിഹാരി ഘോഷ് ആണ് എന്ത് ചെയ്യുന്നത് 1907 സൂരത് സെഷൻ എന്ത് ചെയ്യുന്നത് പ്രിസൈഡ് ചെയ്യുന്നത്. സോ റാഷ് ബിഹാരി ഘോഷ് വാസ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ഓഫ് ദി 1907 സൂരത് സെഷൻ. 1907 സൂരത് സെഷനിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് റാഷ് ബിഹാരി ഘോഷ്. ഈ ഒരു സൂരത് സെഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ഡിവിഷൻസ് ആയിട്ട് മോഡറേറ്റ്സ് എന്നും അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള രണ്ട് ഡിവിഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് split into two, that is moderates and extremists. Moderates എന്നും extremists എന്നുള്ള രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു 1907 സൂരത് സെഷനിൽ വെച്ചിട്ടാണ്. ആൻഡ് ഈ 1907 സൂരത് സെഷൻ നടക്കുന്നത് ഇറ്റ് ഹാപ്പൻഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദ റിവർ താപ്തി. സോ താപ്തി റിവറിന്റെ ബാങ്ക്സിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സൂരത് സെഷൻ സംഭവിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ റിവറിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. 1907 സൂരത് സ്പ്ലിറ്റ് നടക്കുന്ന സൂരത് സെഷൻ ഓർഗനൈസ് ചെയ്തത് റിവർ താപ്തിയുടെ ബാങ്ക്സിലാണ്. സോ റിവർ താപ്തിയുടെ ബാങ്ക്സിലാണ് എന്ത് ചെയ്യുന്നത് 1907 സൂരത് സെഷൻ നടക്കുന്നത്. ഈ ഒരു സെഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് സ്പ്ലിറ്റ് ആകുന്നത്. ഇനി മോഡറേറ്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ മോഡറേറ്റ്സിനെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡറേറ്റ്സിന്റെ പ്രോമിനന്റ് ലീഡർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഗോപാൽ കൃഷ്ണ ഗോഖലെ ആയിരുന്നു മോഡറേറ്റ്സിന്റെ പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത്. ഗോപാൽ കൃഷ്ണ ഗോഖലെ. സോ ഗോപാൽ കൃഷ്ണ ഗോഖലെ വാസ് എ പ്രോമിനന്റ് ലീഡർ ഓഫ് മോഡറേറ്റ്സ്. മോഡറേറ്റ്സിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. അതേസമയം എക്സ്ട്രീമിസ്റ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രീമിസ്റ്റിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ബാൽ ഗംഗാധർ തിലക്. സോ എക്സ്ട്രീമിസ്റ്റിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബാൽ ഗംഗാധർ തിലക്, ലാലാ ലജ്പത് റോയ്, and Bipin Chandrapal. ഇവരായിരുന്നു എക്സ്ട്രീമിസ്റ്റിന്റെ പ്രോമിനന്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1907 സൂരത് സെഷനിൽ മോഡറേറ്റ്സിനും എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. മോഡറേറ്റ്സിന്റെ ലീഡർ എന്ന് പറയുന്നത് ഗോപാൽ കൃഷ്ണ ഗോഖലെ ആയിരുന്നു. അതേസമയം എക്സ്ട്രീമിസ്റ്റിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ബാൽ ഗംഗാധർ തിലക്, ലാലാ ലജ്പത് റോയ് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. ഇവർ മൂന്ന് പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സ്ട്രീമിസ്റ്റിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്താണ് ഈ മോഡറേറ്റ്സ്, എന്താണ് ഈ എക്സ്ട്രീമിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡറേറ്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് വഴി, അതായത് വളരെ സമാധാനപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഡെലിബറേഷൻസും ഡിസ്കഷൻസും വഴി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു മോഡറേറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിസ്കഷൻസും ഡയലോഗ്സും ആയിട്ട് പോയിട്ട് കാര്യമില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഡയറക്റ്റ് ആക്ഷൻ എടുക്കണം, ഡയറക്ട്ലി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കൺഫ്രണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന ഒരു റാഡിക്കൽ ഐഡിയ ഉള്ള ഗ്രൂപ്പായിരുന്നു എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ ഇടയിൽ ഓൾറെഡി ഒരു സ്പ്ലിറ്റ് നിലവിലുണ്ടായിരുന്നു. ബട്ട് ഈ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പ്ലിറ്റിലേക്ക് എത്താനായിട്ട് മെയിൻലി രണ്ട് റീസൺസ് ആണുള്ളത്. ആൻഡ് രണ്ട് റീസൺസിൽ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 കോൺഗ്രസ് സെഷൻ ആക്ച്വലി ഹെൽഡ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് നാഗ്പൂരിൽ വെച്ചിട്ടായിരുന്നു. നാഗ്പൂരിൽ വെച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു 1907 കോൺഗ്രസ് സെഷൻ നടത്താനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ നാഗ്പൂരിൽ വെച്ച് നടത്തിക്കഴിഞ്ഞാൽ ബാൽ ഗംഗാധർ തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ബാൽ ഗംഗാധർ തിലക് പ്രസിഡന്റ് ആകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നാഗ്പൂരിൽ നിന്ന് ഈ ഒരു സെഷൻ സൂരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഒരു രാത്രി കൊണ്ട് എന്ത് ചെയ്യുന്നു, നാഗ്പൂരിൽ നടക്കേണ്ട സെഷൻ സൂരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. റീസൺ ബാൽ ഗംഗാധർ തിലക് എന്ത് ചെയ്യുക, പ്രസിഡന്റ് ആയി മാറുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിന്റെ റീസൺ ഇതായിരുന്നു, കോൺഗ്രസിന് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, ഒരു കീഴ്വഴക്കം. എവിടെയാണോ കോൺഗ്രസ് സെഷൻ നടക്കുന്നത് ആ ഒരു കോൺഗ്രസ് സെഷൻ നടക്കുന്ന പ്രൊവിൻസിലുള്ള ലീഡേഴ്സ് എന്താകാൻ പാടില്ല, അവിടെ പ്രസിഡന്റ് ആകാൻ പാടില്ല.
സോ നാഗ്പൂരിൽ വെച്ച് നടക്കുന്ന സെഷൻ എന്ത് ചെയ്യുന്നു, സൂറത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ടു പ്രിവെന്റ് ബാൽ ഗംഗാധർ തിലക് ഫ്രം ബിക്കമിംഗ് ദി പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ്. ഇതായിരുന്നു അന്ന് നടന്ന മേജർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതായിരുന്നു വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നത്. സോ സൂറത്ത് സ്പ്ലിറ്റിലേക്ക് നയിക്കാനുള്ള വൺ ഓഫ് ദി റീസൺസ് ഇതായിരുന്നു. നാഗ്പൂരിൽ നിന്ന് സൂറത്തിലേക്ക് എന്ത് ചെയ്യുന്നു, സെഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു ടു പ്രിവെന്റ് ബാൽ ഗംഗാധർ തിലക് ഫ്രം ബിക്കമിംഗ് ദ പ്രസിഡന്റ്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സെഷനിൽ രാജ് ബിഹാരി ഘോഷ് പ്രസിഡന്റ് ആയതിനു ശേഷം എക്സ്ട്രീമിസ്റ്റിന്റെ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരുന്ന സ്വദേശി മൂവ്മെന്റ്. സോ ആ ഒരു ടൈമിൽ സ്വദേശി മൂവ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരുന്ന സ്വദേശി മൂവ്മെന്റ് എന്ത് ചെയ്യണമായിരുന്നു, അവർക്ക് ഓൾ ഇന്ത്യ ലെവലിലേക്ക് സ്പ്രെഡ് ചെയ്യണമായിരുന്നു. ഈ ഒരു സെഷനിൽ എക്സ്ട്രീമിസ്റ്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് സ്വദേശി മൂവ്മെന്റ് എന്ത് ചെയ്യുക, ബംഗാളിൽ മാത്രം ലിമിറ്റ് ചെയ്യാതെ ഇന്ത്യയുടെ മറ്റ് പാർട്സിലേക്കും ഓൾ ഇന്ത്യ ലെവലിലേക്ക് എന്ത് ചെയ്യുക, ഇത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് എക്സ്ട്രീമിസ്റ്റിന്റെ എന്തായിരുന്നു, വൺ ഓഫ് ദി ഡിമാൻഡ്സ് ആയിരുന്നു. പക്ഷേ മോഡറേറ്റ്സിന് എന്തില്ലായിരുന്നു, ഈ ഒരു സ്വദേശി മൂവ്മെന്റ് ഓൾ ഇന്ത്യ ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അവർക്കിത് ബംഗാളിൽ തന്നെ കൺഫൈൻ ചെയ്യാനായിട്ടായിരുന്നു താല്പര്യം. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മോഡറേറ്റ്സ് ഈ ഒരു ഡിമാൻഡിനെ എതിർത്തു. ആൻഡ് മോഡറേറ്റ്സ് സ്ട്രെങ്തിൽ കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഒരു ഡിമാൻഡാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഫൈനലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോഡറേറ്റ്സിനും എക്സ്ട്രീമിസ്റ്റിനുള്ള രണ്ട് ഫ്രാക്ഷൻസ് ആയി സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഒന്ന്, ബാൽ ഗംഗാധർ തിലകിനെ പ്രസിഡന്റ് ആകുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നു. നാഗ്പൂരിൽ നടക്കേണ്ട സെഷൻ സൂറത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അത് വൺ ഓഫ് ദി റീസൺസ് ആയിരുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റിന്റെ ഡിമാൻഡ് ആയിട്ടുള്ള സ്വദേശി മൂവ്മെന്റ് ഓൾ ഇന്ത്യ ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, മോഡറേറ്റ്സ് റിജക്ട് ചെയ്യുന്നു. ഇത് മൂലമാണ് 1907 എന്ത് ചെയ്യുന്നത്, സൂറത്ത് സ്പ്ലിറ്റ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് മൗണ്ടൻ പാസസ് വിത്ത് ദെയർ സ്റ്റേറ്റ്സ്. സോ മൗണ്ടൻ പാസസും കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ്സും തന്നിട്ടുണ്ട്. ഇതിൽ മൗണ്ടൻ പാസസിനെ ആ മൗണ്ടൻ പാസസ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സുമായിട്ട് മാച്ച് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് പാറ്റേൺ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് പാസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഥുല പാസ്, ഷിപ്കില പാസ് ആൻഡ് ബോംദില പാസ്. ഇതാണ് 3 പാസസ്. ആൻഡ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്, സിക്കിം ആൻഡ് അരുണാചൽ പ്രദേശ്. ഇനി നാഥുല പാസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, സോ വെൻ ഇറ്റ് കംസ് ടു നാഥുല പാസ്, ആദ്യം നമുക്ക് ആൻസേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. സോ നാഥുല പാസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു നാഥുല പാസ് എന്ന് പറയുന്നത് സിക്കിമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നാഥുല പാസ് എന്ന് പറയുന്നത് സിക്കിമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നാഥുല പാസ് എന്ന് പറയുന്നത് സിക്കിമിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയും, സോ സിക്കിമിനെയും ടിബറ്റിനെയും, അതായത് ഇന്ത്യയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ആണ് ഈ ഒരു നാഥുല പാസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സിക്കിം. സിക്കിം സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നാഥുല പാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും ടിബറ്റിനെയും, അതായത് ചൈന കൺട്രോൾ ചെയ്യുന്ന ടിബറ്റിനെയും ഇന്ത്യയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ഒരു നാഥുല പാസ് ആണ്. ഇനി ഒരു ഷിപ്കില പാസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഷിപ്കില പാസ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷിപ്കില പാസും ഇന്ത്യയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് തന്നെയാണ്. സോ ഇന്ത്യയും അതുപോലെ തന്നെ ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ആണ് ഷിപ്കില പാസും. ആൻഡ് ഷിപ്കില പാസ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷിപ്കില പാസിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്ലജ് റിവർ ഇന്ത്യയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഈ ഒരു പാസ് വഴിയാണ്. സോ സത്ലജ് റിവർ ഇന്ത്യയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഈ ഒരു പാസ് വഴിയാണ്. റിവർ സത്ലജ് എൻറ്റേഴ്സ് ഇന്ത്യ ത്രൂ ദിസ് പാസ്. ഈ ഒരു പാസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, സത്ലജ് റിവർ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നത്, എൻറ്റർ ചെയ്യുന്നത്. ഇനി ബോംദില പാസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ബോംദില പാസ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതും ഇന്ത്യയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാസ് തന്നെയാണ്. സോ ഈ 3 പാസസും, നാഥുല പാസ്, അതുപോലെ തന്നെ ഷിപ്കില പാസ്, ബോംദില പാസ്, ഈ 3 പാസസും ഇന്ത്യയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ആണ്. സോ ടിബറ്റ് മീൻസ് ചൈന കൺട്രോൾ ചെയ്യുന്ന ടിബറ്റ്. സോ ഇന്ത്യയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസസ് ആണ് ഈ 3 പാസസും. നാഥുല പാസ് എന്ന് പറയുന്നത് സിക്കിമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഷിപ്കില പാസ് ഹിമാചൽ പ്രദേശിലാണ്. ആൻഡ് ഷിപ്കില പാസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, റിവർ സത്ലജ് റിവർ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. ആൻഡ് ബോംദില പാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നാഥുല പാസ് ഈസ് ഇൻ സിക്കിം. സോ 1B. അതുപോലെ തന്നെ ഷിപ്കില ഈസ് ഇൻ ഹിമാചൽ പ്രദേശ്. സോ 2A. സോ 1B, 2A, 3C. ഇതാണ് എന്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നാഥുല പാസ് സിക്കിമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഷിപ്കില പാസ് ഹിമാചൽ പ്രദേശിലാണ്. ആൻഡ് ബോംദില പാസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ അരുണാചൽ പ്രദേശ്. സോ ഇതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ 1B, 2A and 3C. Next question. In economics, laissez-faire policy is associated with. In economics, laissez-faire policy is associated with. Option A, mixed economy.
ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് എക്കോണമി, ഓപ്ഷൻ സി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് ഓപ്ഷൻ ഡി ഗാന്ധിയൻ എക്കോണമി. ഇതിൽ ഏത് എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസിയാണ് അല്ലെങ്കിൽ ഏത് എക്കോണമിയിലാണ് ഈ ഒരു ലേസേ ഫെയർ പോളിസി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. So correct answer is option C, capitalist economy. So capitalist economy ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേം ആണെന്ന് ഈ ഒരു ലേസേ ഫെയർ എന്ന് പറയുന്നത്. ഇനി ലേസേ ഫെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്കോണമിയിൽ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുന്നത് വളരെ മിനിമൽ ആണെങ്കിൽ, അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു എക്കോണമിയിൽ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്കോണമി ആ ഒരു പോളിസി വിളിക്കുന്ന പേരാണെന്ന് ലേസേ ഫെയർ പോളിസി എന്ന് പറയുന്നത്. സോ വെൻ ദ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് മിനിമൽ, ഒരു എക്കോണമിയിൽ ഗവൺമെന്റ് വലുതായിട്ട് ഇടപെടുന്നില്ല, ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നതാണ് വളരെ കുറവാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു പോളിസിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലേസേ ഫെയർ എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിരിക്കും. സോ ഈ ഒരു എക്കോണമി കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു എക്കോണമിയിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സസ് റൺ ചെയ്യാൻ സാധിക്കും ആൻഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗവൺമെന്റ് എന്ത് ചെയ്യാറില്ല, വളരെയധികം ഇന്റർഫിയർ ചെയ്യാറില്ല, വളരെ മിനിമൽ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഇന്റർഫിയർ ചെയ്യാറുള്ളൂ. അതായത് ഓവറായിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യാറില്ല, അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസോ റെഗുലേഷൻസോ ഒന്നും കൊണ്ടുവരാറില്ല. ഇവിടെ ഈ ഒരു എക്കോണമി റെഗുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ. സോ മാർക്കറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ, ഈ മൂന്ന് മാർക്കറ്റ് ഫോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്യാറില്ല, വലിയ രീതിയിൽ ഇന്റർഫിയർ ചെയ്യാറില്ല. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ലേസേ ഫെയർ പോളിസി. Next question. The Hornbill Festival is a famous cultural festival of. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നടക്കുന്ന ഫേമസ് ഫെസ്റ്റിവൽ ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മേഘാലയ, ഓപ്ഷൻ ബി നാഗാലാൻഡ്, ഓപ്ഷൻ സി മണിപ്പൂർ ആൻഡ് ഓപ്ഷൻ ഡി മിസോറാം. So the correct answer is option B, Nagaland. So നാഗാലാൻഡിൽ നടക്കുന്ന ഒരു ഫേമസ് ഫെസ്റ്റിവൽ ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ആൻഡ് നാഗാലാൻഡ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ്. സോ നാഗാലാൻഡ് ഇസ് നോൺ ആസ് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ്. ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നാഗാലാൻഡ് അറിയപ്പെടുന്നത്. ആൻഡ് ഹോൺബിൽ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നുള്ള രീതിയിലാണ്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ്. കാരണം നാഗാലാൻഡ് എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് നാഗാലാൻഡിൽ നടക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ് ഹോൺബിൽ ഫെസ്റ്റിവലിനെ എന്ത് ചെയ്യുന്നത്, ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെ, സോ ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെ നാഗാലാൻഡിൽ നടക്കുന്ന ഒരു ആനുവലി എല്ലാ വർഷവും നാഗാലാൻഡിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണെന്ന് ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ ഒരു ഫെസ്റ്റിവലിൽ നാഗാലാൻഡിന്റെ ട്രഡീഷൻസ്, കൾച്ചർ, ഡാൻസ്, മ്യൂസിക്, ആർട്ട് ഫോംസ് ഇതെല്ലാം ആണ് എന്ത് ചെയ്യുന്നത്, എക്സിബിറ്റ് ചെയ്യുന്നത്. അല്ലാതെ പേര് പോലെ ഇതിന് ഹോൺബില്ലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവലിൽ നാഗാലാൻഡിന്റെ കൾച്ചേഴ്സും ട്രഡീഷൻസും ഡാൻസും മ്യൂസിക്കും ആർട്ട് ഫോംസും ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, എക്സിബിറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് എല്ലാ വർഷവും 10 ദിവസം ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെ നാഗാലാൻഡിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണിത് ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000-ലാണ്. സോ 2000-ലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 2000 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഈ ഹോൺബിൽ ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് കൺട്രീസും പാർട്ട്നേഴ്സ് ആണ്. ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവലിനകത്ത് മറ്റ് കൺട്രീസ് ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ കൂടിയുണ്ട്. ഏതൊക്കെയാണ് ഹോൺബിൽ ഫെസ്റ്റിവലിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കൺട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രിയ, ഫ്രാൻസ്, UK, മാൾട്ട, അയർലൻഡ് ആൻഡ് സ്വിറ്റ്സർലാൻഡ്. ഇത്രയും കൺട്രീസ് ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. സോ ദീസ് കൺട്രീസ് ആർ പാർട്ട്നേഴ്സ് ഇൻ ദി ഹോൺബിൽ ഫെസ്റ്റിവൽ. ഓസ്ട്രിയ, ഫ്രാൻസ്, UK, മാൾട്ട, അയർലൻഡ് ആൻഡ് സ്വിറ്റ്സർലാൻഡ്. ഇതിൽ അയർലൻഡും സ്വിറ്റ്സർലാൻഡും ഈ വർഷമാണ് എന്ത് ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. സോ ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. അയർലൻഡും സ്വിറ്റ്സർലാൻഡും ഹോൺബിൽ ഫെസ്റ്റിവലിൽ ഈ വർഷമാണ് എന്ത് ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ് പോലെ തന്നെ ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവലിന് ഒരു സ്റ്റേറ്റ് പാർട്ട്ണർ കൂടിയുണ്ട്. അരുണാചൽ പ്രദേശ് ആണ് എന്ത്, ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ സ്റ്റേറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. സോ അരുണാചൽ പ്രദേശ് ഇസ് ദി സ്റ്റേറ്റ് പാർട്ട്ണർ ഓഫ് ദി ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ സ്റ്റേറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണ്. Next question. The Dada Sahib Phalke Lifetime Achievement Award for the year 2023
announced in 2024-25 cycle context is conferred by which ministry? ഏത് മിനിസ്ട്രിയാണ് ദാദാസാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇതിൽ ഏത് മിനിസ്ട്രിയാണ് ദാദാസാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൺഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. So the correct answer is option B, Ministry of Information and Broadcasting. Ministry of Information and Broadcasting ആണ് എന്ത് ചെയ്യുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൺഫർ ചെയ്യുന്നത്. ആൻഡ് 2023 ഈ ഒരു അവാർഡ് കൺഫർ ചെയ്തിരിക്കുന്നത് മോഹൻലാലിനാണ്. സോ മോഹൻലാലിനാണ് 2023 അവാർഡ് എന്ത് ചെയ്തിരിക്കുന്നത് കൺഫർ ചെയ്തിരിക്കുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന്റെ 2023 റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിലിം ആക്ടർ മോഹൻലാൽ. ഇനി എന്താണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹയസ്റ്റ് ഫിലിം ഓണർ. സോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫിലിം ഓണർ, ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡ് ആണെന്ത് ഈ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഹയസ്റ്റ് ഫിലിം ഓണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫിലിം ഓണർ ആണ് ഈ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ആരാണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് ആരുടെ പേരിലാണ് കൺഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺഫേർഡ് ഇൻ ദ നെയിം ഓഫ് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ. സോ ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് കൊടുക്കപ്പെടുന്നത്. സോ ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ, ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അവാർഡിന്റെ പേര് വരുന്നത് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആരാണ് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, സോ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ. സോ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് ഫീച്ചർ ഫിലിം ആയിട്ടുള്ള രാജാ ഹരിശ്ചന്ദ്ര എന്ത് ചെയ്യുന്നത് ഡയറക്ട് ചെയ്യുന്നത്. ഹി ഡയറക്റ്റഡ് ദ ഫിലിം രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് രാജാ ഹരിശ്ചന്ദ്ര. ഈ ഒരു രാജാ ഹരിശ്ചന്ദ്ര ഡയറക്ട് ചെയ്യുന്നത് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ ആണ്. ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം, ദ ഫസ്റ്റ് ഫീച്ചർ ഫിലിം ഓഫ് ഇന്ത്യ ആയിട്ടുള്ള രാജാ ഹരിശ്ചന്ദ്ര എന്ത് ചെയ്യുന്നത് ഡയറക്ട് ചെയ്യുന്നത്. സോ രാജാ ഹരിശ്ചന്ദ്ര ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് വിളിക്കുന്നത്. And this is all about Dada Saheb Phalke Award. And one more thing. So Dada Saheb Phalke Award ന്റെ കേസിലേക്ക്, സോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണ കമൽ, സോ ഒരു സ്വർണ്ണ കമലും ദാറ്റ് ഈസ് ഗോൾഡൻ ലോട്ടസ്, ഒരു സ്വർണ്ണ കമലും അതുപോലെ തന്നെ 10 lakh rupees പ്രൈസ് മണിയാണെന്ത് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. സോ 10 lakh rupees പ്രൈസ് മണിയും അതുപോലെ തന്നെ ഒരു സ്വർണ്ണ കമൽ ദാറ്റ് ഈസ് ഗോൾഡൻ ലോട്ടസ്. ഇതാണ് ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിൽ എന്ത് ചെയ്യുന്നത് പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് പ്രസന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. Next question. The 101st Constitutional Amendment Act is related to which of the following? ഇതിൽ ഏതുമായിട്ടാണ് 101st Constitutional Amendment Act റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റിസർവേഷൻ ഫോർ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, ഓപ്ഷൻ ബി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST, ഓപ്ഷൻ സി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് NCBC, ആൻഡ് ഓപ്ഷൻ ഡി ആന്റി ഡിഫെക്ഷൻ ലോ. ഇതിൽ ഏതുമായിട്ടാണ് 101st Constitutional Amendment Act റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST. സോ GST ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു 101st Constitutional Amendment Act റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ 101st Constitutional Amendment Act was passed in 2016. 2016 എന്ത് ചെയ്യുന്നത് ഈ ഒരു 101st Constitutional Amendment Act പാസ്സാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇനി ബാക്കിയുള്ളതിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് NCBC, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ 102nd Constitutional Amendment Act of 2018.
2018 102nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ് എന്ത് ചെയ്യുന്നത് NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് 1993 എന്ത് ചെയ്യുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഇത് വെറും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമായിരുന്നു. ദിസ് വാസ് ജസ്റ്റ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതെന്ന് പറയുന്നതായിരുന്നു വെറും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമായിരുന്നു. ആൻഡ് ഈ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് 102nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2018 പാസ്സാക്കുന്നത്. Then reservation for EWS. So reservation for EWS ന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 103rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. So 103rd Constitutional Amendment Act of 2019. So 2019 103rd Constitutional Amendment Act ആണ് എന്ത് ചെയ്യുന്നത് ഈ റിസർവേഷൻ ഫോർ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന്റെ റിസർവേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് 103rd Constitutional Amendment Act of 2019 ആണ്. Then when it comes to anti-defection law, so anti-defection lawയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 52nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1985. സോ 1985 52nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ് എന്ത് ചെയ്യുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു അമെന്റ്മെന്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് 10th ഷെഡ്യൂൾ 10 which deals with anti-defection. So schedule 10 Indian Constitution അകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 52nd Constitutional Amendment Act of 1985 പ്രകാരമാണ്. Next question. Satriya is a classical dance form of which Indian state? ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് സത്രിയ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി ഒഡീഷ ആൻഡ് ഓപ്ഷൻ ഡി കേരള. ഇതിൽ ഏത് സ്റ്റേറ്റിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് സത്രിയ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആസാം. ആസാമിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണിത് സത്രിയ എന്ന് പറയുന്നത്. ആൻഡ് ഈ സത്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാൻസ് ഫോം ഡെവലപ്പ് ചെയ്യുന്നത് 15th സെഞ്ചുറിയിലാണ്. സോ 15th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സത്രിയ എന്നുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ത് ചെയ്യുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ 15th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സത്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ശ്രീമന്ത ശങ്കരദേവയാണ്. സോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ശ്രീമന്ത ശങ്കരദേവ. ശ്രീമന്ത ശങ്കരദേവയാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ശ്രീമന്ത ശങ്കരദേവ. ശ്രീമന്ത ശങ്കരദേവയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആയിട്ടുള്ള സത്രിയ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ശ്രീമന്ത ശങ്കരദേവ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാസ് എ ഫേമസ് വൈഷ്ണവൈറ്റ് സെയിന്റ്. സോ വൈഷ്ണവിസം ഫോളോ ചെയ്യുന്ന ഒരു ഫേമസ് സെയിന്റും അതുപോലെ തന്നെ ഒരു റിഫോമറും ആയിരുന്നു ശ്രീമന്ത ശങ്കരദേവ. ശ്രീമന്ത ശങ്കരദേവയാണ് എന്ത് ചെയ്യുന്നത് വൈഷ്ണവിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സത്രിയ എന്നുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ശ്രീമന്ത ശങ്കരദേവ. വൈഷ്ണവ ഫെയ്ത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് ആസാം. ആസാമിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ബിലോങ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.